ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് പെട്ടെന്ന് കൂടും. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ തടിയുള്ള ആൾക്കാർ, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. നമ്മളുടെ രാജ്യത്ത് ഇപ്പം പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലുള്ള ഭക്ഷണ ശൈലിയാണ്. നിങ്ങളടുത്ത് ചിലപ്പോൾ ഡയറ്റീഷ്യനും ഡോക്ടർമാരൊക്കെ നിങ്ങളുടെ ഭക്ഷണശൈലി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഈ ഭക്ഷണശൈലി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ നടത്തിയിട്ടുള്ള സ്റ്റഡിയാണ്. ഒബീസ് ആയിട്ടുള്ള, അതായത് പൊണ്ണത്തടിയുള്ള ആൾക്കാരും സാധാരണ വെയിറ്റ് ഉള്ള ആൾക്കാരും, ഈ രണ്ട് ഗ്രൂപ്പിലുള്ളവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്, ഭക്ഷണത്തിൻ്റെ തരവും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും, ഇത് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീനെ കുറിച്ചാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ സ്റ്റഡി നടത്തിയത് 7067 ഫാക്ടറി വർക്കേഴ്സിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. ഇന്ത്യൻ മൈഗ്രേഷൻ സ്റ്റഡീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സ്റ്റഡീസ് നടത്തുന്നത് കുറവാണ്. പക്ഷേ ഈ സ്റ്റഡീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. 4 ഇന്ത്യൻ സിറ്റീസിലായിരുന്നു ഈ സ്റ്റഡി നടത്തിയത്. നോർത്ത് ഇന്ത്യനും സെൻട്രൽ ഇന്ത്യയും സൗത്ത് ഇന്ത്യനും ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് സ്റ്റഡി നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഭക്ഷണം ഏതെല്ലാം സമയത്ത് എത്ര സമയം കൂടുമ്പോഴാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 7067 പാർട്ടിസിപ്പൻസിൽ 287 പേരും ഒബീസ് ആയിരുന്നു. ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് 30ന്റെ മുകളിലേക്ക് പോകുന്നതിനെയാണ് പറയാറ്. ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കിലോഗ്രാമിൽ കണ്ടുപിടിക്കുക, അത് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഹൈറ്റ് മീറ്ററിലാക്കണം, ആ മീറ്റർ സ്ക്വയർ ചെയ്യണം. അതായത് കിലോഗ്രാം ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ആണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറയുന്നത് 18 മുതൽ 24.9 വരെയാണ്. 25ൻ്റെയും 29.9ൻ്റെയും ഇടയിലുള്ളവർക്ക് ഓവർ വെയ്റ്റ് എന്നാണ് പറയാറ്. 30ൻ്റെ മുകളിലേക്ക് ബോഡി മാസ് ഇൻഡെക്സ് ഉള്ളവരെ നമ്മൾ ഒബീസ് എന്ന് പറയാറുണ്ട്. ഇനി സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 287 ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ 184 വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചത് സ്റ്റഡിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സ്റ്റഡിയിൽ ഇവർ കമ്പയർ ചെയ്തത് 1871 നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആൾക്കാർ വെച്ചിട്ടായിരുന്നു. ഈ നോർമൽ ബോഡി വെയിറ്റ് ഉള്ളവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് 18 മുതൽ 22.9 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റഡീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രമേഹമുള്ളവരും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരെയൊക്കെ സ്റ്റഡിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 4 പാരാമീറ്റേഴ്സ് ആയിരുന്നു ഇവർ തമ്മിൽ കമ്പയർ ചെയ്തത്. ഈ 4 പാരാമീറ്റേഴ്സ്, അതായത് ഏജ്, ഇവരുടെ ജെൻഡർ, ഇവരുടെ ലൊക്കേഷൻ, ഇവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഒബീസ് ആയിട്ടുള്ളവർക്കും നോർമൽ വെയിറ്റ് ഉള്ളവർക്കും ഒരേപോലെ വെച്ചതിന് ശേഷമാണ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് ഒബീസ് ആയിട്ടുള്ളവർ, അതായത് BMI 30ൻ്റെ മുകളിലേക്കുള്ളവർ 11 തരത്തിലുള്ള ഭക്ഷണം നോർമൽ വെയിറ്റ് ഉള്ളവർ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇനി ഈ 11 ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് പുൽക്കാസ് ആണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. രണ്ടാമത്തത് ഒന്നിക്കൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ നാന്, അത് കഴിക്കുന്നത് കൂടുതലായിരുന്നു എന്നാണ്. മൂന്നാമത്തത് നമ്മളുടെ സാധാരണ പ്ലെയിൻ ദോശ. ഒബീസ് ആയിട്ടുള്ളവർ കഴിക്കുന്ന മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് മട്ടണാണ്, അതല്ലെങ്കിൽ ചിക്കൻ, ഇതിൻ്റെ ബിരിയാണി അല്ലെങ്കിൽ പുലാവ്. ഇനി ചിക്കൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ കഴിക്കാറുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള രസം, അത് കഴിക്കുന്നതും ഒബീസ് ആയിട്ടുള്ളവർ കൂടുതലായിരുന്നു. മറ്റൊരു ഫുഡ് ഐറ്റമാണ് മിക്സഡ് വെജിറ്റബിൾ സാഗു. മറ്റൊരു ഫുഡ് ഐറ്റമാണ് വെജിറ്റബിൾ റൈത്ത. ഇതിനു പുറമെ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഫുഡ് ഐറ്റം ഹണിയാണ്, തേൻ. ഇനി പച്ചക്കറീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഒബീസ് ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന പച്ചക്കറി ബീട്രൂട്ടും ബോട്ടിൽ ഗാർഡാണ്. ഏത് തരം പച്ചക്കറിയാണ് നിങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത്, ഓരോ തരത്തിലുള്ള പച്ചക്കറീൻ്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഈ സ്റ്റഡീൻ്റെ തന്നെ മറ്റു ചില ഫൈൻഡിങ്സിനെ കുറിച്ച് പറയാം. പാല് കുടിക്കുന്നത്, പശുവിൻ്റെ പാല് കുടിക്കുന്നത് നോർമൽ വെയിറ്റ് ഉള്ളവരായിരുന്നു കൂടുതൽ കുടിച്ചുകൊണ്ടിരുന്നത്. ഒബീസ് ആയിട്ടുള്ളവർ കുടിക്കുന്നത് കുറവായിരുന്നു. ഈ സ്റ്റഡിയിൽ പറഞ്ഞ 11 തരത്തിലുള്ള ഭക്ഷണം സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സൊസൈറ്റിയിൽ ഹയർ ക്ലാസ്സിലുള്ളവരാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ലോ ക്ലാസ്സിലുള്ളവർ കഴിച്ചുകൊണ്ടിരുന്നത് കുറവായിരുന്നു. മറ്റൊരു ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒബീസ് ആയിട്ടുള്ളവർ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് പ്രായം കുറവുള്ള ഒബീസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. മറ്റൊരു ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കുന്ന സമയത്ത് ഒബീസ് ആയിട്ടുള്ള പൊണ്ണത്തടിയുള്ള പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി സ്റ്റഡീൻ്റെ കൺക്ലൂഷനിൽ അവർ കണ്ടുപിടിച്ചത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവും കൂടുതലായിരുന്നു, കഴിക്കുന്ന ഫ്രീക്വൻസി
അതും കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് മാറുന്നത് നോർമൽ വെയിറ്റ് ഉള്ള ആൾക്കാർ കഴിക്കുന്ന അത്രയും ഭക്ഷണം കഴിച്ചാൽ മതിയാവില്ല. അവർക്ക് കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ വിശപ്പ് അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണവും ഇൻസുലിനാണ്. ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതും. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ ചോറ് കഴിക്കാറുണ്ട്. ചപ്പാത്തീൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 3-ലൊന്നും നിൽക്കില്ല, ചിലപ്പോൾ 4, 5, 3 നേരമാണ് മെയിനായിട്ടുള്ള മീൽസ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്നാക്സ് കഴിക്കാറുണ്ടാവും. സ്നാക്സ് എന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക്, പേസ്ട്രി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവർ സ്നാക്സ് ആയിട്ടും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ബേക്കറിയിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പലഹാരം കഴിക്കാറുണ്ട്. അതുമാത്രമല്ല മെയിനായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ചെറിയ എന്തെങ്കിലും സ്വീറ്റ്, മധുരമുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലവും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിരുന്നു. അപ്പം നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒബീസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കാരണമാണ് ആ ഒബീസിറ്റിയിലേക്ക് നിങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭക്ഷണ ശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് തിരിച്ച് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണ ശൈലി അത് വ്യത്യാസമായിരിക്കും. നമ്മൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണ ശൈലി മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണമായിരിക്കും കഴിക്കാൻ പറ്റുന്നതും മറ്റു ചില തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ BMI 30-ന് മുകളിലേക്കാണെങ്കിൽ, നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒബീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡിയിലുള്ള പേഴ്സണലൈസ്ഡ് പാക്കേജസ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ പാക്കേജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡീറ്റെയിൽസ് ലൈക്ക് ബട്ടൻ്റെ താഴെ ലിങ്കിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏത് തരത്തിലുള്ള ഫുഡാണ് നിങ്ങൾ കൂടുതൽ കഴിക്കാറ്? ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളും വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോസും ഒരൊറ്റ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, and thank you so much for watching. Bye bye.